ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കടുത്ത നടപടിയുമായി സംസ്ഥാന സർക്കാർ. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വ്യക്തമായ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അതിലൊന്ന്, ഈ പലിശ അടക്കം കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ പലിശ അടക്കം തിരിച്ചു പിടിക്കും. ഒപ്പം തന്നെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടികൾ കൈക്കൊള്ളും. ഒപ്പം തന്നെ ഈ പണം അനർഹമായി കൈപ്പറ്റാൻ ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കും. അനർഹമായി ഈ പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാരല്ലാത്തവർക്കെതിരെയും നടപടിയെടുക്കും. മറ്റെന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടത്? സിജു, എന്തായാലും ശക്തമായ നടപടിക്കാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. ഒപ്പം തന്നെ ഈ പലിശ സഹിതം ഇത്രയും നാൾ പെൻഷൻ വാങ്ങിയതിന്റെ പലിശ ഉൾപ്പെടെ തിരിച്ചുപിടിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനർഹർ കയറി കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കാൻ നിർദ്ദേശമുണ്ട്. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടി സ്വീകരിക്കും. അതുപോലെ തന്നെ മരണപ്പെട്ടവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനും വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ ഉൾപ്പെടെയുള്ളവ നിർബന്ധമായും അത് പരിശോധിക്കാനുമുള്ള നിർദ്ദേശവും യോഗത്തിലുണ്ടായി. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധമല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പ് പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ നടപടിക്ക് തന്നെയാണ് നിലവിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യോഗത്തിന്റെ ഒരു പൊതു ധാരണയും അതുതന്നെയാണ്. സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. വകുപ്പ് തലത്തിൽ തന്നെ ഇത് പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി കൂടുതൽ അനർഹർ ഈ പട്ടികയിൽ ഇടം പിടിക്കാതിരിക്കാനുള്ള കർശന നടപടിക്കും നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ സർക്കാർ ജീവനക്കാരല്ലാത്ത സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകൾ ഒക്കെ കടന്നുകൂടിയ സാഹചര്യത്തിൽ കൂടുതൽ കൃത്യമായ തരത്തിലുള്ള പരിശോധന ഈ ക്ഷേമ പെൻഷൻ പട്ടികയിൽ വരുത്താനുള്ള നിർദ്ദേശവും നിലവിൽ യോഗത്തിൽ നടത്തിയിട്ടുണ്ട്. വിജിൻ, ഇതിനകത്ത് നിരവധി തലങ്ങളിലാണ് ഈ അന്വേഷണവും നടപടിയും പോകുന്നത്. അതിലൊന്ന്, ഈ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെയുള്ള നടപടി, അത് പലിശ അടക്കം തിരിച്ചു പിടിക്കുന്നു. രണ്ടാമത്, പല അനർഹർക്കും ഇത്തരത്തിൽ ഈ പണം കൈപ്പറ്റാൻ ഇടാക്കുന്നതിന് അവസരമൊരുക്കി കൊടുത്ത ഉദ്യോഗസ്ഥർ. മറ്റൊരു വിഭാഗം ഇതിൽ നിന്ന് പുറത്താണ്. കാരണം നമുക്കറിയാം, കോട്ടക്കലിലെ പ്രത്യേക സാഹചര്യം. കോട്ടക്കൽ 7-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ പേർ. ആ കോട്ടക്കൽ നഗരസഭയിൽ നടത്തിയ പരിശോധനയിൽ 42 ഈ അർഹരായ 42 പെൻഷൻ പറ്റുന്നവരിൽ 38 പേരും അനർഹരാണ്. ആ 38 പേർക്ക് അനർഹമായി പെൻഷൻ കിട്ടാൻ അവസരമൊരുക്കിയതിൽ അവിടുത്തെ കൗൺസിലർക്ക് കൂടി പങ്കുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തീരുമാനം, കാരണം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥരല്ലാത്തവർക്കെതിരെയുള്ള നടപടി, അതായത് ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത വാർഡിൻ്റെ ജനപ്രതിനിധി അടക്കമുള്ളവരുണ്ട്, അവർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ തീരുമാനം, ഏതെങ്കിലും നടപടിയുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടോ നിലവിൽ? അനർഹരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സഹായിച്ച എല്ലാവർക്കെതിരെയും നടപടിയെടുക്കാനുള്ള നിർദ്ദേശമാണ് യോഗത്തിൽ ഉയർന്നിട്ടുള്ളത്. എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിന് ഒത്താശ ചെയ്തവരുണ്ടെങ്കിൽ അവർക്കെതിരെയും, ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ക്ഷേമ പെൻഷന് അപേക്ഷ നൽകുകയും തുടർന്ന് അതിൽ സ്ക്രൂട്ടിനി നടത്തി പരിശോധന നടത്തി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ, ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുറമെയുള്ള ആളുകൾ ഇക്കാര്യം ആരെങ്കിലും ഒത്താശ ചെയ്തു കൊടുക്കുകയോ ഇതിന് കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള നടപടിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും ഇത് വിശദമായി പരിശോധിക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്ന യോഗം. അതിലാണ് മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി കർശനമായി തന്നെ നടപ്പിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം ഈ നിലവിലെ പട്ടികയിൽ ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ അനർഹരായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും എല്ലാവർക്കും മസ്റ്ററിംഗ് നടത്താനുമുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളെ, ഇതിൽ അനർഹരായിട്ടുള്ള ആളുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും കഴിയും. അതാണ് നിലവിലെ യോഗത്തിന്റെ തീരുമാനം. എന്തായാലും ഈ ധനവകുപ്പിനും ഒപ്പം തന്നെ തദ്ദേശ വകുപ്പിനും ഇക്കാര്യത്തിലുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ വകുപ്പ് തലത്തിൽ പരിശോധന നടത്താനും അതിൽ നടപടി സ്വീകരിക്കാനുമാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. വിജയൻ, ഇന്നെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നും ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഫേസ് ഓതന്റിഫിക്കേഷൻ നടത്തുമെന്നുള്ള കാര്യത്തിലും തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ചില ലൂപ്പ് ഹോളുകളുടെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടവരെ അതാത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്നെടുത്ത തീരുമാനങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലേ?
തീർച്ചയായും. അതായത് ഈ മരണപ്പെട്ടവർ നിലവിൽ ഈ ലിസ്റ്റിൽ ഉണ്ടാവുകയും അവരുടെ പേരിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാനാണ് മരണപ്പെട്ടവരുടെ കാര്യത്തിൽ ഈ വാർഷിക മസ്റ്ററിംഗ് നടത്തി അവരെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ ഫേസ് ഐഡന്റിഫിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്താനുള്ള തീരുമാനവുമുണ്ട്. ഒപ്പം വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തിയിട്ടാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമാണ്. കാരണം അത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല, അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ബോധപൂർവം ഇക്കാര്യത്തിൽ മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അവർക്കെതിരായ കർശനമായ നടപടിക്കാണ് നിലവിൽ ഈ യോഗം ശുപാർശ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അക്കാര്യത്തിലുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. സിജു. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.